നിർദ്ദയനായ ഒരു കൊലപാതകി അയാൾ ജയിൽ ചാടിയാൽ ഏറ്റവും വലിയ ടെൻഷൻ ആർക്കായിരിക്കും. അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞവർ, അയാൾ കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ കുടുംബക്കാർ, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോഴിക്കോടുള്ളത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കടന്നു കളഞ്ഞ പെരിന്തൽമണ്ണയിലെ ദൃശ്യവധക്കേസ് പ്രതി വിനീഷിനെ കണ്ടെത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. DCPയുടെയും മെഡിക്കൽ കോളേജ് ACPയുടെയും സ്ക്വാഡുകളെ ഉൾപ്പെടുത്തി അന്വേഷണം തുടരുകയാണ്. എന്നാൽ ഈ പ്രതിയുടെ ശത്രുക്കൾ ഇപ്പോൾ തീ തിന്ന് കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ പ്രമേഷ് ആ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, പറയൂ. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യ കൊലപാതക കേസ് നടക്കുന്ന സമയത്ത് ഞാൻ മലപ്പുറത്തായിരുന്നു. അവിടെ ഈ പ്രതി എത്രത്തോളം ക്രൂരമായിട്ടാണ് ഒരു വീട്ടിൽ കയറി, ആ കുട്ടിയുടെ അമ്മയൊക്കെ അവിടെ ഉള്ള സമയത്ത് ആ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ദൃശ്യ എന്ന പെൺകുട്ടിയെ, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന, വളരെ നന്നായി പഠിക്കുമായിരുന്ന പെൺകുട്ടിയെ ആ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയത്. ഈ ദിവസം ആ കുട്ടിയുടെ പിതാവിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന് ഒരു ഷോപ്പുണ്ട് പെരിന്തൽമണ്ണയിൽ. ആ കടയ്ക്ക് പോയി തലേന്ന് രാത്രി തീയിടുകയും അപ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ടും പുറത്തായിരിക്കും എന്നൊക്കെ കണക്കുകൂട്ടിയാണ് വീട്ടിലെത്തി പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിനു പിന്നാലെ റിമാൻഡിലായിരുന്ന ഈ പ്രതി ഒരിക്കൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷമാണ് തനിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇവിടെ നിന്നുണ്ട് എന്ന് ആ പ്രതി മനസ്സിലാക്കുന്നത്. പിന്നീട് വീണ്ടും കുതിരവട്ടത്തേക്ക് തന്നെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പലതരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. തുടർന്ന് പ്രതിയെ, കണ്ണൂർ ജയിലിൽ ഉണ്ടായിരുന്ന പ്രതിയെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് ഈ ശുചിമുറി തുറന്നുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ പ്രതി രക്ഷപ്പെട്ടിപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള സൂചനയും ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് ലഭിച്ചിട്ടില്ല. കുതിരവട്ടത്ത് എത്തിയ ശേഷം, ആദ്യം കുതിരവട്ടത്ത് എത്തിയപ്പോഴും വളരെ സൗമ്യമായി ജീവനക്കാരോടൊക്കെ ഇടപെട്ട് തിരിച്ച് തനിക്ക് വീണ്ടും അവിടെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ പ്രതി കടന്നു കളഞ്ഞത്. അതായത് കൃത്യമായിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ കടന്നു കളയൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂർ ജയിലിലെത്തി പ്രതിയുടെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. SK സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ദൃശ്യയുടെ കുടുംബം തന്നെയാണ്. തങ്ങളെ ആക്രമിക്കാൻ ഇവിടേക്ക് ഈ പ്രതി എത്തുമോ എന്നുള്ള വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്വയം ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി സ്വയം മരിക്കാൻ തയ്യാറായ പ്രതി, ഒരുപക്ഷെ അന്ന് പിടിയിലായ സമയത്ത് തന്നെ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അങ്ങനെ തയ്യാറായ പ്രതി എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് ഈ കുടുംബം ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ പ്രതിയെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യമാണ് അവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ DCPയുടെയും മെഡിക്കൽ കോളേജ് ACPയുടെയും സ്ക്വാഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേക അന്വേഷണ സംഘമാണിപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട്, തിങ്കളാഴ്ച രാത്രിയിലാണ് ഈ പ്രതി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കടന്നു കളയുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട്, 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. സംസ്ഥാനം വിട്ടു എന്നുള്ള സംശയമാണിപ്പോൾ പോലീസിനുള്ളത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.